നമസ്കാരം. ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പത്തനംതിട്ട നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് അബാൻ ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. 46 കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വർഷം 2 കഴിഞ്ഞിട്ടും ഇതുവരെയും പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഇതിന് കാരണം. പത്തനംതിട്ട നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് 2 വർഷം മുമ്പ് മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. 46 കോടി രൂപ മുടക്കി നിർമ്മിച്ച മേൽപ്പാല നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചേട്ടാ, ഇങ്ങനെ നഗരം മധ്യത്തിലാണ് ഇത്തരത്തിലൊരു മേൽപ്പാലം പണിയുന്നത്. വർഷം 2 കഴിഞ്ഞു, ഇപ്പോഴും പ്രതിസന്ധിയിലാണ് ആളുകൾ. യാത്രാദുരിതം, പൊടിശല്യം, ഇതൊക്കെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ നേതാവിനൊക്കെ എങ്ങനെയാണ് വല്ല പരാതിയോ മറ്റു കാര്യങ്ങളോ നേരത്തെ പ്രതിഷേധമോ മറ്റോ രേഖപ്പെടുത്തിയിരുന്നു? ഈ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് യാതൊരു ആസൂത്രണവും ഒരു കാഴ്ചപ്പാടും ഇല്ലാതാണ് പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെ ജനപ്രതിനിധി MLA മന്ത്രിയുമായ വീണ ജോർജ് ഇത്തരം ഒരു പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചത്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ വളരെ മനോഹരമായ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ അതിന്റെ കവാടത്തെ പോലും മറയ്ക്കുന്ന രീതിയിൽ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പദ്ധതിയെങ്കിൽ അത് മുമ്പ് ബാലചന്ദ്രൻ സാറും പഴയ മുനിസിപ്പൽ ചെയർമാനും പറഞ്ഞ രീതിയിൽ പിന്നെ കുമ്പഴം തിരുവല്ല റോഡിലായിരുന്നു ഇത് വേണ്ടിയിരുന്നത്. ഈ അശാസ്ത്രീയമായ പദ്ധതി ആരംഭിക്കുമ്പോൾ മുതൽ ഇത് കിഫ്ബിയുടെ പദ്ധതിയാണെന്ന് തോന്നുന്നു. 46 കോടി രൂപ അടങ്കൽ തുകയുള്ള ഈ പദ്ധതി ഒരു വർഷത്തിനകത്ത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. അത് മന്ത്രിയുടെയും ആ കോൺട്രാക്ടറുടെയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഫലമായിട്ടാണ് ഇത് അനിശ്ചിതമായി ഇങ്ങനെ നീളാൻ സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാരുടെ പരാതികൾ ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികളൊക്കെ ഇങ്ങനെ പരാതി പറയാണ്. നമ്മളൊപ്പം നേരത്തെയുള്ള കൗൺസിൽ കൂടി ചേരുകയാണ്. ഇപ്പം ഈ പണി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. പരാതികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കൗൺസിൽ എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം എന്താണ്? നേരത്തെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള പരാതികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? പരാതികളേ ഉള്ളൂ. ഞാൻ 2005-2010 കാലഘട്ടത്തിലെ കൗൺസിലറാണ്. ഈ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ കടകൾ, വ്യാപാരികൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ല അധ്വാന ഫലവും ഡെപ്പോസിറ്റായും വാടകയുമായും നൽകിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഏതാണ്ട് 3 വർഷക്കാലമായി ഇവിടെ യാതൊരു ബിസിനസ്സും ഈ പ്രൈവറ്റ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല. അതുമൂലം ഈ പ്രദേശത്തെ വ്യാപാരികൾ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. 4 വർഷത്തോളമായി ഈ മേൽപ്പാലത്തിന്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. സാധാരണ എല്ലായിടത്തും മേൽപ്പാലം പണിയുമ്പോൾ സർവീസ് റോഡാണ് ആദ്യം പണിയുന്നത്. സർവീസ് റോഡ് പണിഞ്ഞിട്ടാണ് മേൽപ്പാലം പണിയുന്നത്. ഇത് സർവീസ് റോഡ് പണിയാതെ ഈ മേൽപ്പാലം പണി കാരണം ഒരു ഭാഗം മൊത്തം ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഏകദേശം ഒരു 50ഓളം വ്യാപാര സാധനങ്ങൾ ആ ഭാഗത്ത് ഇതുമൂലം അടച്ചിട്ടിരിക്കുകയാണ്. ഒരു പമ്പ് ഉൾപ്പെടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ പണിയൊട്ട് വേഗതയെ തീരുന്നുമില്ല. വളരെ സ്ലോയിലാണ് തീരുന്നത്. ഇപ്പൊ തന്നെ ക്രിസ്മസിന് മുമ്പ് പണി വാർക്കാൻ വേണ്ടി തട്ടടിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ യാതൊരു പണിയും നടക്കുന്നില്ല. ഇപ്പൊ സർവീസ് റോഡിന്റെ എന്തൊക്കെയോ ചെറിയ പണികൾ സൈഡിൽ നടക്കുന്നതല്ലാതെ കാര്യമായ ഒരു പണിയും ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നില്ല. ഈ വ്യാപാരികൾ ഈ വർഷങ്ങളായി ഈ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കച്ചവടം നടക്കാതെ വലിയ ദുരിതത്തിലല്ലേ? വ്യാപാരികൾ ഏകദേശം മുത്തൂരിന്റെ അവിടെ തൊട്ട് അവിടെ SP ഓഫീസിന്റെ അവിടെ ഒരു 50ഓളം വ്യാപാരികൾ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി പോകേണ്ടി വന്നു. കാരണം കച്ചവടമില്ല, ആൾക്കാർ പോകാതെ വണ്ടി വരാതെ ആയപ്പോഴത്തേക്ക് ആ ഭാഗം ഒറ്റപ്പെട്ട കാരണം വ്യാപാരികൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതുപോലെയാണ് ഈ ഭാഗം പത്തനംതിട്ട നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നഗരസഭ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തൂടെ പാർക്കിംഗ് സൗകര്യങ്ങളോ
മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കാരണം, വണ്ടികൾ വരാത്ത കാരണം കച്ചവടങ്ങൾ വാടക കൊടുക്കാൻ പോലും പറ്റാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത്. ഈ മേൽപ്പാല നിർമ്മാണം എന്നിട്ട് ഭയങ്കര പൊടിശല്യം വല്ലതും ഉണ്ടോ? മേൽപ്പാല നിർമ്മാണം കൊണ്ടല്ലേ ഇങ്ങനെ ഇപ്പൊ നശിച്ചു കിടക്കുന്നത്. ഈ പൊടി കൊണ്ട് ഞങ്ങൾക്കൊന്നും ഇവിടെ ശ്വാസം മുട്ടലും കൊണ്ടിരിക്കും. മാസ്ക് വെച്ചാൽ അതിനും വലിയ ബുദ്ധിമുട്ട്. ഈ അല്ലാതെ ഈ പൊടിയെല്ലാം കൂടെ തിന്നിട്ട് ഒന്നോർത്ത് രാവിലെ തൊട്ട് വന്ന് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ പൊടി മറ്റുള്ള വണ്ടികൾ പോകുമ്പോഴുള്ള ഈ പൊടിയെല്ലാം കൂടെ അടിച്ചു. അതുമല്ല ഈ റോഡ് നോക്കിക്കേ, സാറുമാർ ഈ റോഡൊന്ന് നോക്കിക്കേ. ഈ റോഡിൽ കൂടെ ഞങ്ങൾ ഈ രാവിലെ വൈകുന്നേരം വരെ കിടന്ന് ഓടുന്ന അവസ്ഥയൊന്നും ഓർത്തേ. ഈ പണി ഇങ്ങനെ എഴഞ്ഞു നീങ്ങുന്നതാണ് വലിയ പാടല്ലേ? ഇഴയല്ലല്ലോ, ഇത് വലിഞ്ഞോണ്ടിരിക്കുന്നല്ലേ, ഇഴഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ. ഇഴയുമായിരുന്നു ഇപ്പൊ തീരെ പകുതിയെങ്കിലും ആവത്തില്ലായിരുന്നു. ഇത് വലിഞ്ഞ് നീങ്ങാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ 3 വർഷം കൊണ്ട് ഇങ്ങനെ കിടന്ന് അനുഭവിക്കുമല്ലേ. ഞങ്ങളുടെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. വലിയ ബുദ്ധിമുട്ടാണല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊടി കഴിക്കാൻ നമുക്ക് ഇങ്ങനെ കിടന്നേ പറ്റത്തുള്ളൂ, കിടക്കുന്നു. പക്ഷെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈ വണ്ടിക്ക് ഇപ്പൊ ഈ റോഡ് മോശമായിട്ട് കംപ്ലൈന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നും വണ്ടിപ്പണിയാ, അതുപോലെ ഓട്ടൊന്നും ഇല്ല. ഇതിൽ ആരും ഓട്ടം വിളിക്കാനും വരത്തില്ല. ഈ പൊടി കാരണം ബസ്സുകളായാലും മറ്റുള്ള വണ്ടികളായാലും വരുന്നാൽ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. മാസ്ക് വെച്ചാൽ അതിലേറെ ബുദ്ധിമുട്ട്, കാരണം ശ്വാസം നമുക്ക് ബുദ്ധിമുട്ട് ഈ പൊടിയും കൂടെ ആകുമ്പോഴത്തേക്കുള്ള. അത്തരത്തിലെ വലിയ ദുരിതമാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവർ അനുഭവിക്കുന്നത്. എന്തായാലും പാലം പണി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യം കൂടി അവർ ഉന്നയിക്കുകയാണ്. പരാതികൾ നൽകിയിട്ടും പരിഹാരം കാണാത്ത ഒരു സാഹചര്യമുണ്ടെന്നാണ് വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വാഹന യാത്രക്കാരുമൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ പൊടി ശല്യമൊക്കെ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടോ? ഞങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഞങ്ങളെ മാത്രമല്ല, ഇവിടുത്തെ യാത്രക്കാരെ, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മമാർ, അവർക്കൊക്കെ ഇതിൽ യാത്ര ചെയ്യാൻ ഇത് കാണുന്നില്ല. ഞങ്ങളുടെ വണ്ടികളൊക്കെ ഒരു 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പുറകിലത്തെ സീറ്റിലും വണ്ടി നിറച്ച് പൊടികളാണ്. അപ്പോൾ ആ പൊടിയുടെ അത്രയും ശതമാനം പൊടി വണ്ടിക്കകത്ത് പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് എത്രയാണ് പോകുന്നത്. അതുപോലെ ഇവിടുത്തെ കാൽനട യാത്രക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് തന്നെ ഇത് 1.5 വർഷത്തിനുള്ളിൽ പണി തീർക്കുമെന്നും പറഞ്ഞാണ്. നമുക്കിപ്പോൾ പറയാനുള്ളത് അന്ധമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചെന്ന് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകുക, നാടിന് സമർപ്പിക്കുക. കാരണം ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടെ കണക്കിലെടുക്കണ്ടേ. നമ്മുടെ ഇവിടെ ഉള്ളത് ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പൊടികൾ എത്രത്തോളം ജനങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് എന്തുമാത്രം ദോഷകരമായിട്ടാണ് സംഭവിക്കുന്നത്. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ചികിത്സ കിട്ടത്തില്ല, അവിടെ ചിലപ്പോൾ ബെഡില്ല, കാര്യമില്ല എന്നുള്ള ഇതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി മനുഷ്യനെ രോഗിയാക്കുന്ന ഒരു പ്രവർത്തനം ഇനിയെങ്കിലും സർക്കാർ നിർത്തലാക്കണം. ഇതിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ, ഒരു കച്ചവടക്കാരൻ്റെ കാര്യമല്ല. ഇവിടെ ഈ പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വായുവുള്ള ഒരു നഗരമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ നഗരത്തിൽ എവിടെ നമുക്ക് നടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഒരു 9 മാസക്കാലത്തോളം ഈ സ്റ്റാൻഡിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും ഒരു ഓട്ടോ ഇല്ലാതെ ഒരു ജീവിതമാർഗം വേറൊന്നും കണ്ടെത്താൻ വിഷമിച്ച് കിടന്ന സമയത്താണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു സൈഡിലെ പണി പൂർത്തീകരിച്ച് തുറന്നു തന്ന് ഇപ്പം ഈ പൊടിശല്യക്കാർ ആരും ഇത് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും ഒക്കെ മുന്നിൽ കണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ യാത്രക്കാരുമൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം വാഹനം ഓടിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് റോഡ് ഇങ്ങനെ പൊളിഞ്ഞൊരവസ്ഥയുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരവസ്ഥ? എങ്ങനെയാണ് പാലത്തിന്റെ പണി മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കച്ചവടക്കാരെയും ബാക്കിയുള്ള ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പൊടിപെടുന്നത് കാരണം ജനങ്ങൾക്ക് കച്ചവടം മന്ദഗതിയിലാണ് കച്ചവടം നടക്കുന്നില്ല. അതിൽ പൊടിവെള്ളം കാരണം ജനങ്ങൾ പോലും ഇറങ്ങാത്തൊരു സാഹചര്യമാണ് ഇവിടെ. ഈ പാലത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ മന്ദഗതിയിലാണ് നടക്കുന്നത്. ഇത് എത്ര വർഷം കൊണ്ട് നിങ്ങളിത് അനുഭവിക്കും? ഇത് ഞാനിപ്പം ഏകദേശം ഒരു കുറേ മാസങ്ങൾ കൊണ്ടാണ് ഞാനിത് അനുഭവിച്ചുകൊണ്ട് വരുന്നത്. അതിനു മുമ്പും ജനങ്ങൾ മൊത്തം അതിനു മുമ്പായിട്ട് തന്നെ ഇവിടുത്തെ വ്യാപാരികളുടെ എല്ലാം അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ബിസിനസ് നടക്കുന്നില്ല. പിന്നെ മറ്റ് ജനങ്ങൾ പോലും ഈ പൊടിവെള്ളം കാരണം ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതാണ് അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വാഹനയാത്രയും ഒക്കെ വലിയ ദുരിതമാണ്. ഈ പാലം പണി പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പൊടിപടലങ്ങളില്ലാതെ തന്നെ സഞ്ചാരങ്ങൾ വളരെ കൃത്യമായി നടത്താൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് ആവുകയുള്ളൂ. എന്തായാലും അത്തരത്തിലാണ് ഓരോ പരാതികളും ഉയരുന്നത്. ഇവിടെ പണി തുടങ്ങിയപ്പോൾ മുതൽ ഒരു ദിവസം 5 പണിക്കാരെ കൂടി ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മൾ കേരളത്തിൽ പലതും കാണുന്നതാണ്. കൂട്ടത്തോടെ പണിക്കാർ വന്ന് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കുന്ന ഒരു ഇതാണ്.
കോൺട്രാക്ട് പറയുന്നത് ഞങ്ങൾക്ക് സമയത്തും കാലത്തും പൈസ കിട്ടുന്നില്ല, കടം വാങ്ങിച്ചാണ് ഞങ്ങൾ പദ്ധതി പൂർത്തീകരിക്കും. ഇതിനോടൊപ്പം തമിഴ്നാട്ടിൽ തുടങ്ങിയ ഒരു പദ്ധതി അവർ പൂർത്തീകരിച്ചെന്നാണ് പറയുന്നത്. ഒരേ സമയം ടെൻഡർ ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി തമിഴ്നാട്ടിൽ അവരത് പൂർത്തീകരിച്ച് അവരെ ബില്ല് മാറിക്കിട്ടിയെന്നാണ് പറയുന്നത്. സർക്കാരാണെങ്കിൽ എപ്പോൾ നോക്കിയാലും സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞ് ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുക, ആ പദ്ധതികൾ പാതി വഴിയിലാക്കുക, ആ പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുക, ഒരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ജനവഞ്ചന അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പാത കടന്നു പോകുന്ന ഭാഗത്ത് നിരവധി കടകളുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? കടകളെല്ലാം പൂട്ടിയിരിക്കുന്നൊരു കാഴ്ചയാണ്. അവരൊക്കെ എവിടെയാണെന്ന് വല്ലതും അറിയാം? അങ്ങനെ അവരൊക്കെ വൻ സാമ്പത്തിക ബാധ്യത കാരണം നിർത്തി പോയി. അല്ല എന്ത് ചെയ്യാനാ? ഇത് കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയുള്ള പാലമാണെന്നാണ് പറഞ്ഞത്. കിഫ്ബി ഫണ്ടുണ്ടെന്ന് പറയുന്നു. കരാറുകാരൻ ഫണ്ട് സമയബന്ധിതമായിട്ട് കിട്ടാത്തതുകൊണ്ട് അവരുള്ള പണിക്കാരെ വെച്ച് പണിയുന്നതാണ് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഈ കച്ചവടക്കാരായ ആളുകൾക്ക് വലിയൊരു ബാധ്യത വരുന്നു അല്ലേ? കച്ചവടക്കാർക്ക് വലിയ ബാധ്യതയെന്നല്ല, വാടക അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. കാരണം ആൾക്കാർ ഈ വഴിക്ക് വരുന്നില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ പൊടിശല്യം, മറ്റു ഒരുപാട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ആൾക്കാർ ഈ പ്രദേശത്തെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുക, മറ്റു പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട നഗരത്തെ മൊത്തത്തിലുള്ള ഗതാഗത പ്രശ്നത്തിന് പ്രധാന കാരണം ഇപ്പോൾ ഈ റോഡാണ്. പത്തനംതിട്ട അതിമനോഹരമായി KKR സാർ കൊണ്ടുവന്നൊരു റിംഗ് റോഡാണിത്. പത്തനംതിട്ട നഗരത്തിന് ചുറ്റും ഏറ്റവും നല്ല രീതിയിലുള്ള റിംഗ് റോഡ്. ഈ റിംഗ് റോഡ് തന്നെ മതിയായിരുന്നു പത്തനംതിട്ടയിലെ ഈ ഗതാഗത കുരുക്കിൻ്റെ ഒരു പരിഹാരം. ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട പാലം എന്നൊക്കെ പറയുന്നു. ഒരു 25 വർഷം കഴിഞ്ഞാലും പത്തനംതിട്ടയിലെ ഈ ഗതാഗത കുരുക്കിന് ഈ റിംഗ് റോഡ് ഉപയോഗിച്ചാൽ ഒരു ഗതാഗത കുരുക്കും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ റിംഗ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞാണ് പത്തനംതിട്ടയിൽ യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മേൽപ്പാലം എന്നുള്ളത്. ഇവിടെ വാഹനങ്ങളുടെ തിരക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പാലം കൊണ്ടുവന്നത്. പക്ഷേ പത്തനംതിട്ടയിലേക്ക് കൂട്ടത്തോടെ ജനം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പത്തനംതിട്ടയിലെത്തേണ്ട വാഹനങ്ങളും ജനങ്ങളും ഈ മേൽപ്പാലം വഴി നഗരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. എങ്കിലും അവർ ആ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 18 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഈ പദ്ധതി കാരണം ഇന്ന് പത്തനംതിട്ടയിൽ വികസന മുരടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് ജനങ്ങൾ എത്താത്തൊരവസ്ഥ, പ്രത്യേകിച്ച് പത്തനംതിട്ടയുടെ സാമ്പത്തിക കേന്ദ്രമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നഗരസഭയുടെ അധീനതയിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഈ മേൽപ്പാലം എന്ന് പണി തുടങ്ങിയോ അന്ന് മുതൽ ഇവിടുത്തെ കച്ചവടക്കാർ ദുരിതത്തിലാണ്. അവർക്ക് നഗരസഭയിലേക്കുള്ള വാടക അടയ്ക്കുവാൻ കഴിയുന്നില്ല. ലോൺ എടുത്ത അവരുടെ ലോണുകൾ ജപ്തിയായി മുന്നോട്ട് പോകുന്നു. അവരുടെ കുടുംബം പട്ടിണിയിലായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് ഇന്ന് ചെയ്യും നാളെ ചെയ്യും എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച രീതിയിലാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായി നടപ്പിലാക്കേണ്ടിയിരുന്നത് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സർവീസ് റോഡാണ്. ഇവിടെ സർവീസ് റോഡ് എടുക്കാതാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. സർവീസ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തു ഉടമകളെ കണ്ടെത്തുവാനോ ആ റോഡിന് ആവശ്യമായ വസ്തു അക്വയർ ചെയ്യാനുള്ള നടപടികൾ പോലും ഇതിൽ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. മന്ത്രിയുടെയും അതുപോലെ തന്നെ ഭരണവർഗത്തിൻ്റെയും നിരന്തരമായ പ്രസ്താവനകളല്ലാതെ 4 പണിക്കാരെ കൊണ്ടുവച്ച് ഇവിടെ നിരന്തരം പണി നടക്കുന്നല്ലാതെ ഇവിടെ ഒരു വലിയ ഒരു പദ്ധതിയുടെ ഒരു പണി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ ഒരു 5 വർഷമെങ്കിലും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സമയമെടുക്കും. അപ്പോഴത്തേക്ക് പത്തനംതിട്ട ഒരു സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. ഇത് അവസാനിപ്പിച്ച് പത്തനംതിട്ടയിലെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത, പത്തനംതിട്ടയിലെ വ്യവസായികളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി നടപ്പിലാക്കി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതത്തിന് അവസാനം കുറിക്കണം എന്നാണ് പറയാനുള്ളത്. പാലം നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ വലിയ ദുരിതങ്ങളാണ് നഗരവാസികൾ അനുഭവിക്കുന്നത്. ഗതാഗതക്കുരുക്കും നഗരത്തിൽ രൂക്ഷമാണ്. എന്തായാലും പ്രശ്നം പരിഹരിക്കേണ്ടത് അധികൃതരാണ്. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു.